എന്തായാലും സുഭദ്ര ചേച്ചി ഇതെങ്ങനെ ഇത് നഷ്ടമായ വിവരം എങ്ങനെ അറിഞ്ഞു? നഷ്ടമായത് ഞാനതൊരു കുക്കറിനകത്ത് ഇട്ട് അടച്ചു വെച്ചിരിക്കുവായിരുന്നു പേഴ്സിനകത്ത്. അത് എന്റെ മോൾ അറിഞ്ഞിട്ടില്ല ഞാനത് ചെയ്തത്. ഞാൻ വേറെ സാധനങ്ങൾ പറക്കാൻ പോയ സമയത്ത് കുക്കറും കൂടെ എടുത്ത് കുട്ടിയെടുത്ത് അതെടുത്ത് കൊണ്ടുവന്ന് കുക്കർ കൊണ്ട് കൊടുത്തു. അന്ന് ഞങ്ങൾ കുക്കറിന്റെ കൂടെ ഇതൊക്കെ പോയി. അന്ന് ഞങ്ങളത് നോക്കുന്നില്ല. പിറ്റേന്ന് പാത്രങ്ങളെല്ലാം ഇങ്ങനെ പറക്കി അടുക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തില് കുക്കർ കാണുന്നില്ല. അങ്ങനെ ഞാൻ മോളെടുത്ത് കുക്കർ ചങ്ക പറഞ്ഞു പോയല്ലേ? പറഞ്ഞു പോയെന്നാലും വിറയില് ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതേ ഉള്ളായിരുന്നു നമ്മുടെ വീട്ടില്. അങ്ങനെ ഇത് എവിടെ പോയി എങ്ങനെ അന്വേഷിക്കുകയോ എല്ലാം ചെയ്തോ? എടുത്തു കൊടുത്ത സാധനം അത് കുഞ്ഞിന്റെ അവള സാധനങ്ങൾ തന്നെയായിരുന്നു. 4 സാധനവും ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് കടയ്ക്കല് നിലമേല് ഞങ്ങൾ ഒരുപാടിടത്തിൽ ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചുറ്റി. ഇതിനു വേണ്ടി തെരച്ചിൽ നടത്തി. പോലീസിൽ കൊണ്ട് നമ്മൾ പരാതിയും കൊടുത്തു. കാണുന്നില്ല. ഇത്രയും ദിവസമായിട്ടും ഇനി അത് കിട്ടൂല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ മനസ്സിൽ വേദനയോടെ ഇരിക്കുന്ന സമയത്താണ് എന്റെ ഷൈനി മോള് വിളിക്കുന്നതും ഇങ്ങോട്ടൊന്ന് വാന്നേ പറഞ്ഞോളൂ എന്റെ അടുത്ത്. ശരി, എന്തുവായാലും ഷൈനി മോള് വിളിക്കുന്നില്ല, എന്തെങ്കിലും കാര്യം കാണും, പഞ്ചായത്തിന്റെ കാര്യം എന്തെങ്കിലും പറയാനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന് ഇവിടെ വന്നപ്പം ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇത് സന്തോഷത്തിന്റെ കണ്ണീരാ. അത് കരയട്ടെ, സന്തോഷമാണ്. അത് എന്തായാലും നമ്മുടെ മഹേഷിന്റെ വാക്കുകളിലേക്ക്. മഹേഷ്, ഇത് അതെ, അതൊരു വലിയൊരു മനസ്സാണ്. സാധാരണ ആക്രി വിറക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലാണ് സമൂഹം അവരെ കാണുന്നത്. എന്തായാലും നമുക്ക് മഹേഷ് എങ്ങനെ ഇത് മനസ്സിലായി? പറയാമോ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാതായി. ആങ്ങളുടെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു, പ്രകാശിന്റെ വീട്ടില്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. വണ്ടി കാണുന്നു, ആളെയും കാണുന്നില്ല, മുഖവും കാണുന്നില്ല. പിന്നെ എന്റെ ആങ്ങളുടെ മോൻ വന്ന് ക്യാമറ റിപ്പയർ ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി കാണുന്നു, ആളെയും കാണുന്നു, പക്ഷെ വണ്ടിയുടെ നമ്പർ കാണുന്നില്ല. സ്റ്റേഷനിൽ വന്ന് ഫോൺ നമ്പറോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അത് കിട്ടിയില്ല. പക്ഷെ എന്റെ ആങ്ങളുടെ മോനും എല്ലാവരും കഴിയുന്നതും പരിശ്രമിച്ചു. അതുപോലെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ ഒരു ഓട്ടോ ഡ്രൈവർ രായനും ഒരുപാട് വൃത്തി ഞങ്ങളെ കൊണ്ടുപോയി, നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാൻ ചേച്ചി എന്നും പറഞ്ഞ് കൊണ്ടുപോയി. അതിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പരാതിയായിപ്പോയി. പക്ഷെ ഇതിപ്പോ ഭഗവാന്റെ എന്തോ ഒരു ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയത് ഒരുപാട് അതെ, നമുക്ക് ഇങ്ങനെ തിരിച്ചു തന്നത് അല്ലാച്ചിയുടെ ആ ഒരു നല്ല മനസ്സുണ്ട്. അതെ, മഹേഷ് ഇത് എങ്ങനെ മനസ്സിലായി? ഈ സ്വർണം നാന് ഫോണ്, വാച്ച്, കവറിങ് എല്ലാം ഒന്നിച്ച് ഇടും. எனக்கு இது ஒரு சம்சயம் உண்டாருது. அப்ப யாரு சாதனம்னா நமக்கு பிடிக்கிட்டினில்ல. நான் 23 வருஷம் കൊണ്ട് ഇതിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ കഷ്ടപ്പെട്ട മുതലേ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വിചാരിച്ച് നാനും ശരി സ്വർണ്ണ സംശയം എടുക്കൊണ്ട് മറുത്ത് അങ്ങനെ വിചാരിച്ച് എടുത്തു വെച്ചിരുന്നു കേസിൽ വന്ന് ഏത് വീടിന് പിടികിട്ടില്ല. ആരോട് നിങ്ങൾ സ്വർണ്ണമെന്ന് ചോദിച്ചാൽ അവർ എന്റെ സ്വർണ്ണം മേടിച്ച് വെച്ചിടും. അപ്പൊ നമുക്ക് ലേശ മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവിടത്തെ ഉള്ള നമ്പർ ചേച്ചിയാൽ നല്ലോണം അറിയാം. നമ്പറുണ്ട്. നമ്പർ ചേച്ചി നമ്പറിൽ മറ്റേ സഹോദരൻ നമ്പറുണ്ട്. അവരെ വിളിച്ച് നമ്പർ ചേച്ചിക്ക് ഞാൻ ഫോൺ വിളിക്കാൻ പറഞ്ഞു. ചേച്ചി യാർ സാധനത്തില് ഇവിടെ വന്ന് നിങ്ങൾ എന്റെ കൂടെ വരണം. നമ്പറുകളെ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ ഈ സാധനത്തെ വന്ന് അവർ കയ്യില ഒപ്പടിക്കணும் ചേച്ചി. നിങ്ങൾ വന്നാലേ എനിക്ക് யாரு முதல்ல கொடுக்காம பറ്റും. இல்லைன்னா என்னது நான் அண்ணாஜிமாரன்னு விசாரிச்சு யாரு எந்த சாதனம் பட்டுன்னு வலிச்சிடும் அப்படின்னு நான் ചേച്ചിക്ക് വിളിച്ച് രാവിലെ പറഞ്ഞു. അപ്പം വരിന്ന് പറഞ്ഞു. എന്റെ അടുത്ത് നമ്പർ നേരത്തെ ഉണ്ട്, ചേച്ചിയുടെ ഉണ്ട്, എന്റെ അടുത്തും ഉണ്ട്. ഞാൻ ചേച്ചി വീട്ടിലെ സാധനം എടുത്തത് ഇവിടെ. പിന്നെ ഇവിടെ പല വീട്ടിലെടുത്തുണ്ട്. ഏത് വീട്ടിലെന്ന് അറിയത്തില്ല. ഞാൻ വണ്ടിയിൽ വാരി ഇടും. ഏതാൾ വാരി ഇടും. പിന്നെ തെരഞ്ഞ സാധനം ഞാൻ കവറിങ് ഫോണ് എല്ലാം വാച്ച് എല്ലാം കൂടെ ഒന്നിച്ചിടും. അപ്പം പോതാ ഇത് കിട്ടിയത്. പിന്നെ വച്ചിരുന്ന് നോക്കി നമ്പർ ചേച്ചി വിളിച്ചു വന്ന് കൊടുക്കണം. അവർ അവർ കൊടുക്കട്ടുണ്ട്. എന്നെ വന്ന് ആരും തെരഞ്ഞു നോക്കിയില്ല, എന്നെ ആരും ഇത് പണിയില്ല, അന്വേഷിച്ചില്ല, ഒന്നും ചെഞ്ചില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് എനക്ക് അറിയത്തില്ല. പലവര് വണ്ടി ഇവിടെ പോകുന്ന പലവര് വണ്ടി പോകുന്നില്ലേ, അഗ്രി വണ്ടി പലവരും പോകുന്നു. അതെ, തിരിയാതെ ഹോൾസൈഡ് പോയിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയിന്. അറിയാമ പോയിരുന്നാലും എന്നെ ഞാൻ കുറ്റമല്ലല്ലോ. എന്തായാലും താങ്കളുടെ മനസ്സ് വലിയ അഭിനന്ദനമാണ്. എവിടെയാ നാനാ തെരഞ്ഞ് നോക്കി വന്ന് വീട് നമ്പർ ചേച്ചി വീട്ട് വരാൻ പറഞ്ഞു വന്ന് എതിനാലും ഇന്നും ഒപ്പടിക്കணும். എനിക്ക് ഏത് വീട്ടിൽ എഴുതി ഇതാ ലാസ്റ്റ് அப்படின்னு പറഞ്ഞ് ഈ വീട്ടിക്ക് വന്ന് നമ്പർ ചേച്ചി നല്ലോണം അറിയല്ലോ. കൂടെ ഞാൻ പോയ വീട്ടെല്ലാം സാധനം മേടിച്ചു വിട്ടെല്ലാം കൂടെ അക്ക സ്കൂട്ടിൽ പോയാൽ ഞാൻ വണ്ടിയിൽ പോയി നോക്കി കൊടുക്കണം വിചാരിച്ചു വന്നത്. എന്തായാലും വലിയ സന്തോഷം. എവിടെയാ സ്ഥലം? ഏത്
എന്റെ സ്ഥലം തിരുനെൽവേലി. തിരുനെൽവേലി. ഇവിടെ 10-23 വർഷമായിട്ട് എവിടെയാ ഇവിടെ താമസിക്കുന്നത്? എവിടെയാ? ഇവിടെ അഞ്ചല്. ഇവിടെ താമസിക്കുന്ന നിലമേലാണോ? നിലമേ മുറുക്കുമണ്ണ്. ഓ, മുരുക്കുമണ്ണിന്നാണ് ഇവിടെ വരുന്നത് സാധനം എടുക്കാൻ. അത് ശരി. ഇതൊക്കെ മെനക്കെട്ട് അങ്ങോട്ട് ഓ, മുരുക്കുമണ്ണിലാണ്. നിലമേൽ മുരുക്കുമണ്ണിലാ താമസിക്കുന്നത്. എന്തായാലും നിലമേൽ മുരുക്കുമണ്ണിലാണ് ഇദ്ദേഹം 10-23 കൊല്ലമായിട്ട് ആക്രി വ്യാപാരവും ഒക്കെ ചെയ്ത് ഇവിടെയൊക്കെ വന്ന് എടുക്കാറുണ്ടല്ലേ? ഇവിടെ 23 വർഷം. ചേച്ചി നമ്പർ ചേച്ചി അറിയാ എത്ര വർഷം ഉണ്ട് ചോദിക്കാൻ? അമ്മേ, ഞങ്ങളെ അമ്മയും എല്ലാം എന്തായാലും അമ്മ വളരെ സന്തോഷമല്ലേ? അവരുടെ 1.5 ലക്ഷം രൂപ വില വരുന്ന അല്ലേ, ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന സോദരമ്മയ്ക്ക് വളരെ സന്തോഷമാണെന്നുള്ളത്. എന്തായാലും സന്തോഷം. സന്തോഷം എല്ലാവർക്കും. ശരി അമ്മ, അത് മതി അമ്മ. മകൾക്ക് ഒരു ജോലിയിലേക്ക് കിട്ടിട്ട് അതേ போதும் அம்மா. அது எனக்கு ரொம்ப இதம்மா. நம்ம உழைச்ச பைசாவே ഇതാവുന്നില്ല. കടവുലൊക്കെ മരുന്ന് ഞാൻ പറഞ്ഞെന്താ അറിയാം, ഈ പാവത്തിന്റെ ഈ ഒരു നന്മ കാണിച്ചതിന്റെ പേരിൽ അവന്റെ മക്കളെ കൊണ്ട് പിന്നെ ഒരു നന്മയുണ്ടാവും. ഒരു നന്മയുണ്ടാവും. ദൈവാനുപാരം. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ നിന്നെ ദൈവം രക്ഷിക്കുമെന്ന്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ആരാണെങ്കിലും തിരിച്ചു കൊടുക്കത്തില്ല. ഒരു വേറെ പാണ്ടിക്കാരനായാലും പാണ്ടിക്കാരൻ പോയിട്ട് മലയാളിയായി തിരിച്ചു കൊടുക്കത്തില്ലല്ലോ. ആരും തിരിച്ചു കൊടുക്കില്ല. കൊടുക്കത്തില്ല. കാരണം ഒരു തെളിവില്ലല്ലോ. ഒരു തെളിവില്ല. നമുക്ക് അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല, എനക്കറിയത്തില്ല. മോട്ടിച്ചതല്ലോ. മോട്ടിച്ചതല്ല. അവരറിഞ്ഞുകൊണ്ട് കൊടുത്തേ. ഇത് നോക്കണേ, അവർക്ക് അറിയില്ല, എനക്കറിയില്ല. തമിഴ് പാണ്ടിക്കാരായാലും എന്ന് പറയുന്നത് ഞങ്ങള് 30 വർഷം ഞാൻ തമിഴ്നാട്ടിൽ ശരി സമ്മതിച്ചു. പക്ഷെ ഇത് സാധനം ഒരു 99% തിരിച്ചു കിട്ടത്തില്ല. 1% സത്യസന്ധതയും തിരിച്ചു കിട്ടത്തില്ല. 99 ഇന്നത്തെ ഈ വില, ഈ സ്വർണത്തിന്റെ ഈ വില, ഇതൊക്കെ വില കൂടിയ സാധനം മാറുന്നാലും അയാള് സത്യസന്ധനായതുകൊണ്ടൊക്കെ ഈ 24 വർഷം കൊണ്ട് ഇവിടെ വരുന്നതും എല്ലാവർക്കും അറിയാം. എന്റെ നമ്പരോ കുറെ പേർക്ക് ഉണ്ട്. നമ്പർ അറിയാം, ആള് അറിയാം. അതുകൊണ്ട് എന്ത് സംഭവം അറിയാമോ, ഇത് എന്ത് സാധനം ഉണ്ടെങ്കിലും ഇയാൾക്കെ കൊടുക്കൂല. വിശ്വസിച്ച് അതാണ് ഇയാൾക്കെ തന്നെ കൊടുക്കും. അയാളെ ദൈവം രക്ഷിക്കട്ടെ. അയാൾക്കുള്ള വെത്തപ്പാടും ആ മനസ്സ്, അദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധമായ മനസ്സ് ആണ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ എല്ലാം ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ ആക്രിക്കാരും മകേഷ് അല്ല, അതും കൂടെ നമ്മൾ ഓർക്കണം അല്ലേ. എല്ലാ ആക്രിക്കാരും മകേഷ് അല്ല. എന്തായാലും വരും തലമുറയ്ക്ക് ഇത് മാതൃകയാണ്. അത് എന്ത് സാധനം കിട്ടിയാലും എല്ലാ ആക്രിക്കാരെ പോലും അല്ല മകേഷ് ഒരു വ്യത്യസ്തനായ മകേഷാണ്. അത് വലിയ ഒരു സന്തോഷമാണ് ഇപ്പം അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഈ പാത്രത്തിൽ കുറെ പേർക്ക് കാണാം, എല്ലാവർക്കും അറിയാം. യോഗമത്ത് ഒരുപാട് ദൂരത്തിൽ എല്ലാവർക്കും അറിയാം. മകേഷ് എന്നാ പേര്. എന്റെ പേര് ഉന്മേന പേര് വേറെ കാശിതുറൈ. ഇവിടെ കൊടുത്തിരിക്കെല്ലാം 23 വർഷം കൊണ്ട് മകേഷ് എന്നാ കൊടുത്തിരിക്കും. എല്ലാവർക്കും അറിയാം. ഒരുപാട് യഥാർത്ഥ പേര് കാശിതുറ ഇല്ല, മകേഷിനെ കൊടുക്കണം, അപ്പൊ മനസ്സിലാവും. എന്തായാലും ന്യൂസ് കേരളത്തെ അറിയിക്കുകയും അത് ഈ ഒരു സംഭവം ലൈവ് ചെയ്യാനും നമ്മുടെ ഷാനി മെമ്പർ അപ്പോഴേ ഇത് സമൂഹം അറിയണം. കാരണം മഹേഷിനെ പോലുള്ളവര് നല്ലൊരു മനസ്സിന്റെ ആ ഒരു എന്നെ ആരും തെരഞ്ഞു നടന്നില്ല, എന്നെ ആരും തിരക്കി വന്നില്ല. നാളെ തിരക്കി വരാൻ അറിയത്തില്ല. അത് ഇയാടയിലുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. എന്തായാലും ഒരു സന്തോഷമാണുള്ളത്. ആക്രി കടയിലെ സാധനങ്ങൾ കൊണ്ടുപോയി എടുത്ത സാധനങ്ങൾ അത് തിരിഞ്ഞു പിറക്കവെയാണ് സ്വർണം ആഭരണങ്ങൾ ഉള്ളതായി മകേഷിന് മനസ്സിലായത്. നിലമേൽ കേന്ദ്രീകരിച്ച് ആക്രി കച്ചവടം നടത്തുന്ന തമിഴ്നാട് സ്വദേശിയായ മകേശനാണ് ഈ വീട്ടിൽ ആക്രി എടുക്കാൻ വന്നപ്പം അതിന്റെ കൂടെ വീട്ടുകാരറിയാതെ പഴയ കുക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണം കൂടി ആക്രി വിലയ്ക്ക് കൊടുത്തത്. എന്തായാലും അതിപ്പോൾ ഉടമയ്ക്ക് തിരികെ കിട്ടിയ സന്തോഷ നിമിഷമാണ്. അന്ന് മുതൽ വളരെ വിഷമത്തിൽ കഴിഞ്ഞു വന്നല്ലേ. വിഷമത്തിൽ കഴിഞ്ഞു വന്നേ നമ്മളൊന്ന് നല്ല ഇച്ചിരി കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തില് തന്നെ ഞാൻ മെഷീനിൽ തയ്ച്ച് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ചേർത്ത് ഓരോരോ സാധനങ്ങൾ മേടിച്ചു വെക്കുന്ന സാധനങ്ങളായിരുന്നു. തയ്യൽ മെഷീൻ ചവിട്ടി ഉണ്ടാക്കിയതാണ്. ചവിട്ടി ഉണ്ടാക്കണം. എനിക്ക് നടുവയ്യ, കാലുവയ്യ, നടുവിന് ബെൽറ്റും ഒക്കെ ഇട്ടുകൊണ്ടൊക്കെ തന്നെ ഞാൻ പോലീസിനെ അറിയിച്ചാലേ ഇവിടെ കിട്ടിയെന്നുള്ളത് വിളിച്ച് പറഞ്ഞ് സംഭവത്തിൽ പോലീസിൽ വരെ പരാതി കൊടുത്തിരുന്നു, കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കും തെളിവുകളും ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. നമ്പറില്ല, വണ്ടി നമ്പറില്ല.
പക്ഷെ പ്രകാശിന്റെ അവിടെ ക്യാമറയിൽ എടുത്തപ്പം വണ്ടി നമ്പർ മാത്രം ആ അതെ നമ്പർ മാത്രം ഉള്ളെങ്കിലും പിന്നെ വണ്ടിയെ കിട്ടിയാ പോരാ വണ്ടി നമ്പരും കിട്ടണം ഫോൺ നമ്പറും കിട്ടണം ഫോൺ നമ്പർ കിട്ടിയില്ല വണ്ടി നമ്പർ കിട്ടിയാൽ മതി ഹസ്ബൻഡും വൈഫ് രണ്ടുപേർക്കുള്ള ഫോട്ടോ വരുന്നുണ്ട് വണ്ടിയും വരുന്നുണ്ട് അത് തന്നെ ഓക്കെ ശരി